കേരളമെന്ന് കേട്ടാൽ വായിച്ചു വളരണം മലയാളികൾ. കേരളമെന്ന് കേട്ടാൽ എന്ന നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ വായനശാലയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ പ്രിയ ഹരികുമാർ. മലയാളികളുടെ സ്വന്തം എഴുത്തുകാരൻ, മുഖവുരകൾ വേണ്ടാത്ത ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന പുസ്തകമാണ് ഇന്നത്തെ വായനശാലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമായ ബാല്യകാല സഖി നമ്മുടെ 23ാമത്തെ അവലോകനമായി ഉൾപ്പെടുത്തിയിരുന്നു. കെ വായനശാല എന്ന ടോപ്പിക് ക്ലിക്ക് ചെയ്താൽ പഴയ പുസ്തകാവലോകനങ്ങൾ കാണാൻ സാധിക്കും. മതിലുകൾ വളരെ പഴയ ഒരു പുസ്തകമാണ്. 1965 പുറത്തിറങ്ങിയത്. കാലത്തെ അതിജീവിക്കുന്ന പ്രണയ കഥകളിലൊന്ന്. എഴുത്തുകാരൻ തന്നെയാണ് കേന്ദ്ര കഥാപാത്രം. ബഷീറും നാരായണി എന്ന പ്രണയിനിയും ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എങ്കിലും തീവ്രമായി പ്രണയിക്കുന്ന രണ്ടുപേർ. 1990 മതിലുകൾ എന്ന അതേ പേരിൽ തന്നെ ഇതിൻ്റെ ചലച്ചിത്രാവിഷ്കാരവും ഇറങ്ങുകയുണ്ടായി. 1990 ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ 4 ദേശീയ അവാർഡുകൾ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ലഭിച്ചു. കൂടാതെ അതേ വർഷത്തെ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും, മികച്ച നടനുള്ള ദേശീയ അവാർഡ് ശ്രീ മമ്മൂട്ടിക്കും, മികച്ച ഓഡിയോഗ്രാഫിക്കുള്ള ദേശീയ അവാർഡ് ശ്രീ എൻ ഹരികുമാറിനും ഇതേ ചിത്രത്തിലൂടെ ലഭിച്ചു. 1989 മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ഫിലിം അവാർഡും മതിലുകൾക്ക് ലഭിച്ചു. ഏപ്രിൽ 2013 ഇന്ത്യൻ ചലച്ചിത്രത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ ചലച്ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ 25 ഗ്രേറ്റസ്റ്റ് ആക്ടിംഗ് പെർഫോമൻസസ് ഓഫ് ഇന്ത്യൻ സിനിമ, 25 ഗ്രേറ്റസ്റ്റ് ആക്ടിംഗ് പെർഫോമൻസസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ 1908 കോട്ടയം ജില്ലയിലെ വൈക്കത്ത് ജനിച്ചു. 1994 കോഴിക്കോട് ബേപ്പൂരിൽ അന്തരിച്ചു, തൻ്റെ 86ാമത്തെ വയസ്സിൽ. 1982 ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്ത് വർക്കി പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം മുതലായവ അദ്ദേഹത്തിന് ലഭിച്ച പ്രമുഖ പുരസ്കാരങ്ങളിൽ ചിലതാണ്. വളരെ ജനപ്രിയനായ എഴുത്തുകാരനായ ഇദ്ദേഹം ഏറ്റവും അധികം വായിക്കപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളായും വിശേഷിക്കപ്പെടുന്നു. ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടെ ആയിരുന്ന അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും ലളിതമായ ഭാഷയുടെ ഉപയോഗമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. സാധാരണക്കാരുടെ കഥകൾ, സാധാരണക്കാരുടെ ജീവിതങ്ങൾ അതിലും സാധാരണമായ ഭാഷയിൽ ഹൃദയത്തിൽ തൊട്ടുപോകുന്ന രീതിയിൽ അദ്ദേഹം എഴുതുന്നു. തൻ്റെ പുസ്തകങ്ങളുടെ വിവർത്തനങ്ങളിലൂടെ ലോകത്താകമാനം അദ്ദേഹത്തിന് ആരാധകരെ നേടുവാനായി. മതിലുകൾ യഥാർത്ഥ പ്രണയത്തിന് യാതൊന്നും തടസ്സമാവുകയില്ല. അതിന് മുഖങ്ങൾ തന്നെ വേണമെന്നില്ല. പരസ്പരം സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ മാത്രമുണ്ടായാൽ മതി. മുഖങ്ങളില്ലാത്ത പ്രണയത്തിൻ്റെ ഭാഷ. ജയിലിലെ കൂറ്റൻ മതിലുകളാൽ വേർപിരിക്കപ്പെട്ട ബഷീറിൻ്റെയും നാരായണിയുടെയും കഥ. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൻ്റെ പശ്ചാത്തലത്തിൽ ബഷീർ എഴുതിയ അസാധാരണമായൊരു പ്രണയ കഥയാണ് മതിലുകൾ. ഹൃദയസ്പർശിയായ ഒരു ചെറു നോവൽ. ജയിലിനുള്ളിലെ സ്വാതന്ത്ര്യം, ജയിലിന് പുറത്തുള്ള അസ്വാതന്ത്ര്യം. കേൾക്കുമ്പോൾ വൈരുദ്ധ്യത തോന്നുന്നെങ്കിലും ആ വാക്കുകളുടെ സത്യം കാണാതെ പോകുന്നതെങ്ങനെ? ഹൃദയവും ആത്മാവും പറിച്ചു മാറ്റപ്പെടുമ്പോഴല്ലാതെ ഒരു മതിലിനും സ്നേഹിക്കുവാനോ ജീവിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനാവില്ല. അനിതര സാധാരണമായ എഴുത്തിൻ്റെ ശൈലി. ഓരോ വരിയിലും ആ പ്രതിഭയുടെ മിന്നലാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നു. കാലത്തെ അതിജീവിക്കുന്ന ക്ലാസിക്കുകളിലൊന്ന്. മതിലുകൾക്കപ്പുറം ഇപ്പുറം ഉള്ള പ്രണയം, ആ സംഭാഷണ ശകലങ്ങൾ, ആ ശബ്ദത്തെ അല്ലെങ്കിൽ രണ്ടുപേരുടെ സാങ്കല്പികമായ ശബ്ദത്തെ അറിയാതെ പ്രണയിച്ചു പോകും വായനക്കാരും. സ്നേഹം പൂത്തുലയുമ്പോൾ ജയിലിലെ അസ്വാതന്ത്ര്യങ്ങൾ, അവയിൽ സ്വാതന്ത്ര്യം കാണുന്ന രണ്ടുപേർ. ജയിലിന് പുറത്ത് നഷ്ടപ്പെട്ടു പോയേക്കാം ആ സ്നേഹം, ആ സ്വാതന്ത്ര്യം. ജയിലിനുള്ളിലെ സ്വാതന്ത്ര്യം എന്ന വേറിട്ട ഒരു ചിന്ത. സ്നേഹിക്കുന്നവർക്ക് ആ സ്നേഹത്തിന് തടസ്സമാകുന്നത് എന്തു തന്നെയായാലും അത് അസ്വാതന്ത്ര്യമാണ്. അത് ജയിലിനുള്ളിലായാലും പുറത്തായാലും. എന്നാൽ കഥാന്ത്യം സന്തോഷകരമായ ഒന്നല്ല ഇതും. ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾ കഥയിലും പ്രതിഫലിക്കുന്നു. ബഷീറിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ മറ്റൊരു ക്ലാസിക്. ദുഃഖവും സന്തോഷവും ചിരിയും കരച്ചിലും കലർന്ന ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ. പ്രകടിപ്പിക്കാനാവാത്ത, അനുഭവിച്ചു മാത്രം അറിയാവുന്ന വികാര വേലിയേറ്റങ്ങൾ. ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ പ്രതിഭാശാലിയായ ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരന് മാത്രം വഴങ്ങുന്ന തനതായ ശൈലി.
തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിലൊന്ന്. എല്ലാവരും വായിക്കാൻ ശ്രമിക്കുമല്ലോ. അടുത്തയാഴ്ച മറ്റൊരു പുസ്തകത്തിൻ്റെ അവലോകനവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ശുഭകരമായൊരു വായനവാരം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.